ഹായ്, ഇന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നേ ഒരു ഒരു മൊബൈൽ ഹോൾഡറാണ്. നല്ലൊരു മൊബൈൽ ഹോൾഡർ നമ്മൾ ഒത്തിരി നോക്കിയാലും വലിയ സൈസിലുള്ളതും വലിയ വിലയുടെ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. ഇന്നിപ്പം 2 ദിവസമായി, വലിയ കുഴപ്പമില്ല. അപ്പം ഞാൻ ഓൾറെഡി അത് അൺബോക്സ് ഒക്കെ ചെയ്ത് ഞാൻ എന്ത് ചെയ്തു, ഞാനത് വണ്ടിയിലേക്ക് ഫിറ്റ് ചെയ്തിരുന്നു. ഇതാണ് ആ മൊബൈൽ ഹോൾഡർ. മൗണ്ട് ഹോൾഡർ എന്നാ പേര്. മൗണ്ട് ഹോൾഡർ ഇതാണ് പ്രോഡക്റ്റ് കേട്ടോ. 999 പറഞ്ഞേക്കുന്നത്, പക്ഷേ അത്രയൊന്നുമില്ല. അത് ഞാൻ ഇതുണ്ടോ, ഞാൻ ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. സിമ്പിൾ ഒരു പാക്കറ്റിൻ്റെ അകത്താണ് വന്നത് കേട്ടോ. അതായത് അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്. ഇത് അവരുടെ ക്വാളിറ്റിയിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞു കൊടുത്തേക്കുന്ന ഒരു നമ്പറാണ് ഇത്. അതുപോലെ തന്നെ ഇത് അവരുടെ എന്തോ ഒരു കാർഡോ സ്കാൻ ചെയ്യാനുള്ളത്. ഇതിൻ്റെ ബില്ലാണ് കേട്ടോ. ബില്ലിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് ആകപ്പാടെ ഇതിന് വില ആയേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 319 രൂപയാണ്. അപ്പം 300 രൂപ, ഒരു 350 രൂപയ്ക്കകത്ത് ഉള്ളിൽ നിൽക്കുന്ന ഒരു നല്ലൊരു മൊബൈൽ ഹോൾഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു നല്ലൊരു പ്രോഡക്റ്റാണ്. ഇനി ഞാൻ പ്രോഡക്റ്റ് കാണിക്കാവേ. ഇത് കണ്ടോ, ഇതാണ് മൊബൈൽ ഹോൾഡർ. ഇതിപ്പം നമ്മുടെ വണ്ടിയിൽ ഇതിങ്ങനെയാണ് നമ്മുടെ വണ്ടിയുടെ മുമ്പിൽ. ഞാനിവിടെ ഇത് ഡാഷ്ബോർഡിൽ ഒട്ടിച്ച് വെച്ചേക്കുന്നത്. ഇതിന് പുറകിലൊരു ഇത്തരത്തിലുള്ളൊരു സ്റ്റിക്കറായിരുന്നു വന്നിരുന്നത്. ഇത് കണ്ടോ, ഇത് പൊളിച്ചിട്ട് ഇത് റിമൂവ് ചെയ്തിട്ട് ഇതിലേക്ക് നല്ലപോലെ ഒന്ന് വൈപ്പ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് ഒട്ടിക്കുക. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇത് നമുക്കിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. 360 ഡിഗ്രിയിൽ നമുക്കിത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് കണ്ടോ, ഇതിൻ്റെ ഈ ലെഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്ലാസ്റ്റിക് അല്ല, ഇത് റബ്ബറാണ്. ഇത് ഫ്ലെക്സിബിളാണ്. പിന്നെ അഥവാ ഇനിയിപ്പോൾ നമ്മുടെ മൊബൈൽ നമുക്ക് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കേബിൾ ഇതിലിട്ടിട്ട് ഇത് കണ്ടോ, ഈ ഒരു പോർഷനിൽ കൂടെ നമുക്ക് ആ കേബിൾ ടൈറ്റ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, മൊബൈൽ ഹോൾഡ് ചെയ്യാൻ പറ്റും. ഞാനിപ്പം ഒരു മൊബൈൽ ഹോൾഡ് ചെയ്ത് കാണിക്കാം. അത് ഞാൻ ഉപയോഗിക്കുന്ന ഒരു സാംസങ്ങിൻ്റെ ഫോണാണ് കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെ ഇരിക്കും. നമുക്ക് ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അത് മുകളിൽ സൂക്ഷിച്ച് വേണം കേട്ടോ യൂസ് ചെയ്യാനായിട്ട്. ഗ്ലാസ് ഒക്കെ ഉണ്ട്. ഇത് കണ്ടോ, ഇത് കൂളായിട്ടിരുന്നോളൂ. വളരെ സിമ്പിളാണ്, പക്ഷേ നമുക്ക് ഒത്തിരി യൂസ്ഫുൾ ഉള്ളൊരു സാധനമാണ്. ഞാൻ നോക്കിയിട്ട് ഇത് അങ്ങോട്ട് ഫിക്സ് ചെയ്തിട്ട് ഇത് ഇളക്കമൊന്നും ഉണ്ടാവില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ലെഗ് ഇത് റബ്ബർ ആയതുകൊണ്ട് ഇത് മൊബൈലിനെ നല്ലപോലെ ഗ്രാബ് ചെയ്ത് പിടിച്ചോളും, നല്ലപോലെ ഉറപ്പായിട്ട് പിടിച്ചോളും. ഇനിയിപ്പോൾ ഇൻഫാക്റ്റ് ഇപ്പം നമ്മൾ കവറിട്ടല്ല യൂസ് ചെയ്യുന്നതാണ്. ഇപ്പം ഞാൻ എൻ്റെ മൊബൈലിൽ കവറും കൂടെ ഇടാം. മൊബൈൽ ഞാൻ യൂസ് ചെയ്യുന്ന കവറാട്ടോ. അപ്പം കവറും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. കവർ ഇട്ട് കഴിഞ്ഞിട്ട് ഇത് കണ്ടോ, കവറിട്ട് കഴിഞ്ഞാലും ഇത് കണ്ടോ, ഇത് നല്ല സ്റ്റേബിളായിട്ടിരുന്നോളൂ. ഇതിന് കുലുക്കമൊന്നുമില്ല. അതൊക്കെ സിമ്പിളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫോൺ. അപ്പം നല്ലൊരു പ്രോഡക്റ്റാണ്. 300-350 രൂപയ്ക്ക് താഴെയുള്ളത്, അതായത് അണ്ടർ 500 നമുക്ക് മേടിക്കാൻ പറ്റിയ നല്ലൊരു പ്രോഡക്റ്റാണ് ഇത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ നോക്കട്ടെ, എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം ഇതാണ് പ്രോഡക്റ്റ്, മൗണ്ട് ഹോൾഡർ. നല്ലൊരു പ്രോഡക്റ്റാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്. അവരുടെ ഒരു പ്ലാസ്റ്റിക്കിനൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത് മാത്രമല്ല, പെട്ടെന്ന് അങ്ങോട്ട് നമുക്ക് ഇളകി പോകുന്നു അങ്ങനെ പരിപാടിയൊന്നുമില്ല. പിന്നെ ഇത് സൈഡിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ അവിടെ ലോക്കായിട്ട് നിന്നോളും. ഏത് ഡയറക്ഷനിലേക്കാണെങ്കിലും തിരിച്ചു കഴിഞ്ഞാൽ അത് ലോക്കായിട്ട് നിന്നോളും. അങ്ങനെ ഒരു ഇതും കൂടി ഉണ്ട്. അപ്പോൾ ഓക്കെ.